ഹായ് മക്കളെ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ 5ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ 6ാമത്തെ ചാപ്റ്ററിലേടാ വിത്ത് ദ ടൈംസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. സമയത്തോടൊപ്പം. അപ്പോൾ സമയത്തോടൊപ്പം തന്നെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു പോകാനുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്റർ കൂടിയാണ് അല്ലേ. അപ്പൊ ഇതിനകത്ത് നമ്മൾ AM PM അതേപോലെ തന്നെ റെയിൽവേ ടൈം, അതേപോലെ തന്നെ സമയങ്ങൾ, അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1/4 മണിക്കൂർ, പിന്നെ ക്ലോക്കുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇതിനകത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എന്താണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇതിനകത്തേക്ക് തന്നിരിക്കുന്നു യെസ് ഒരു ടൈം എന്ന് പറയുമ്പോൾ ക്ലോക്ക് ഇല്ലാതെ എന്ത് ടൈം അല്ലെ. ക്ലോക്ക് നോക്കിയാണ് നമ്മൾ ദിവസവും എന്താണ് സമയം അറിയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്ലോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ എന്തുണ്ടടാ ക്ലോക്ക് ഉണ്ട് അല്ലെ. സോ ഇത് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് 3 സൂചികൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. 3 സൂചികളുണ്ട്. ഈ ഓരോ സൂചികൾക്കും ഓരോ പേരും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേരുകൾ ആദ്യം തന്നെ ഒന്ന് പഠിച്ചാലോ. ദേ നോക്കിക്കേ, 3 സൂചികളുണ്ട് അല്ലെ. ഈ 3 സൂചികളിൽ ഈ ചെറിയ സൂചിയാണ് എന്ത് ഇവിടുത്തെ അവർ ഹാൻഡ് എന്ന് പറയുന്നത്. എന്താടാ അവർ ഹാൻഡ്, മണിക്കൂർ സൂചി എന്നറിയപ്പെടുന്ന കുഞ്ഞൻ സൂചി. ഇനി നമ്മളുടെ ഇത്രയും കൂടി വലിപ്പമുള്ള ആളുടെ പേരെന്തായിരിക്കും? മിനിറ്റ് ഹാൻഡ് ആണ് അവൻ, മിനിറ്റ് സൂചി. ഓക്കെ, ഇനി നമുക്കൊരു റെഡ് കളറിലെ ഒരു സൂചി തന്നിട്ടുണ്ടല്ലോ, ദാറ്റ് ഈസ് സെക്കൻഡ് ഹാൻഡ്. എന്താടാ സെക്കൻഡ് സൂചി എന്നറിയപ്പെടുന്ന സെക്കൻഡ് ഹാൻഡ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 സൂചികളുണ്ട് നമുക്ക്. അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ് ആണല്ലോ. ഈ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ ഞാനൊരു സൂത്രം പറയട്ടേടാ. ഈ അവർ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അവർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ടടാ? 4 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി മിനിറ്റ് എടുത്തു കഴിഞ്ഞാലോ, മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കില് 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവറിലാണ് എന്ത് ചെറിയ വാക്ക് എന്ന് പറയുന്നത് അവറാണ്. അപ്പോൾ ചെറിയ സൂചി എന്ന് പറയുന്നത് അവർ ഹാൻഡ് ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെക്കാം. ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സൂചി, ഏറ്റവും ചെറിയ വാക്കായിട്ടുള്ള അവർ എന്ന് വിളിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് അവർ ഹാൻഡ്, ഇത് മിനിറ്റ് ഹാൻഡ്, ഇത് സെക്കൻഡ് ഹാൻഡ്. അങ്ങനെ 3 സൂചികളുണ്ട് ഒരു ക്ലോക്കിൽ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ അറിഞ്ഞിരിക്കാം. ഇനി അടുത്തതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരു സ്റ്റഡി ട്രിപ്പ്, ഒരു പഠനയാത്രയെ പറ്റി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ടുണ്ട്. എന്താണ്? രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് രാത്രി 9 മണിക്ക് നമ്മൾ സ്കൂളിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു പഠനയാത്രയാണ് നമ്മൾ പോയത്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ യെസ്, നമ്മൾ പുറപ്പെട്ട സമയം നമ്മുടെ ക്ലോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേടാ, ഇവിടെ അവർ ഹാൻഡ് പോയിരിക്കുന്നത് എങ്ങോട്ടാടാ? 6ലേക്കാണ് അവർ ഹാൻഡ് എന്ത് നേരെ നിൽക്കുന്നത്. ആൻഡ് 12ലേക്കാണ് നമ്മുടെ മിനിറ്റ് ഹാൻഡ് പോയിരിക്കുന്നത് അല്ലെ. ദാറ്റ് മീൻസ് ഇവിടെ 6 മണിയാണ് സമയം അല്ലെ. 6 മണി, നമ്മൾ രാവിലെ 6 മണിക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചത് എത്ര മണിക്കാണെന്നാടാ പറയുന്നത്? 8 മണിക്കാന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഈ ക്ലോക്കിൽ ഒന്ന് വരച്ച് കാണിക്കണോടാ. എന്താണ് ക്ലോക്കിൽ നമുക്ക് 8 മണി ഒന്ന് വരച്ച് കാണിക്കാം. അപ്പൊ നമ്മളുടെ 8 മണി വരയ്ക്കുമ്പോൾ നമ്മളുടെ അവർ ഹാൻഡ് വേണം ചെറിയത്. അപ്പൊ 8ന് നേരെ കൊടുക്കാം. ഇനി നമ്മളുടെ മിനിറ്റ് ഹാൻഡ് വലുതാണ് വരേണ്ടത്, അത് നമ്മളുടെ 12ന് നേരെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വരച്ചു, അടിപൊളിയാക്കി. ഇനി അടുത്തതിലേക്ക് വരുമ്പോഴാ എന്താണ് നമ്മള് മൃഗശാല സന്ദർശനത്തിന് പോയി. സൂവില് നമ്മുടെ മറ്റേ കരടീനെയും പുലിനെയും ഒക്കെ കാണാനായിട്ട് നമ്മൾ പോയി. അത് 8:30 മണിക്കാണ്. 8:30 മണി നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുക? 8:30 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ അവർ ഹാൻഡ് 8ന്റെയും 9ന്റെയും ഇടയിലേക്ക് വരണം. കൂടാതെ മിനിറ്റ് ഹാൻഡ് 6 എന്ന് പറയുന്ന സംഖ്യക്ക് നേരെയാണ് വരേണ്ടത്. ഏതാടാ? 6 എന്ന് പറയുന്ന സംഖ്യക്ക് നേരെ. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മളുടെ 1 എന്ന് പറയുമ്പോൾ 5, 2 എന്ന് പറയുമ്പോൾ 10, 3 എന്ന് പറയുമ്പോൾ 15, 4 20, 5 25, 6 30, 7 35, 8 40, 9 45, 10 50, 11 55, പിന്നെ ഇവിടെ 60 എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത മണിക്കൂറിലേക്ക് കിടക്കും അല്ലെ നമ്മള്. അപ്പൊ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് സൂ വിസിറ്റ് ചെയ്തത് 8:30ക്കാണ്. 8:30 എന്ന് പറയുമ്പോൾ നമ്മുടെ അവർ ഹാൻഡ് മണിക്കൂർ സൂചി 8നും 9നും ഏകദേശം നടുക്കായിട്ട് വരണം. ആൻഡ് അര എന്ന് പറയുന്നത് 6ലേക്കാണ് ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്. ഇനി അടുത്തയിലേക്ക് കിടക്കുമ്പോൾ ലഞ്ച്, നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചത് 1:30 മണിക്കാന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ 1:30 എന്ന് പറയുമ്പോൾ നമ്മുടെ അവർ ഹാൻഡ് 1ന്റെയും 2ന്റെയും നടുക്കിലോട്ട് പോട്ടെ. അര എന്ന് പറയുമ്പോൾ 6ന്റെ നടുക്കിലോട്ടും പോട്ടെ കേട്ടോ. 6ന് നേരെയും പോട്ടെ.
നടുക്കിലോട്ടല്ല 6ന് നേരെ. ഓക്കെ ആണല്ലോടാ? യെസ്. ഇനി അടുത്ത് പ്ലാനറ്റേറിയം വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോയ സമയം നമുക്കറിയില്ല. പക്ഷെ ഇതേ ക്ലോക്ക് നോക്കി നമുക്ക് സമയം ഒന്ന് പറഞ്ഞാലോടാ. എത്രയാടാ ക്ലോക്കിൽ സമയം ഇപ്പൊ കാണുന്നത്? 2 മണിക്ക് നേരെയാണ് നമ്മുടെ അവർ ഹാൻഡ് നിൽക്കുന്നത് അല്ലെ. അപ്പോ 2 മണി ആയടാ. നമ്മുടെ പ്ലാനറ്റേറിയത്തിൽ എത്തിയപ്പോ ഇപ്പോ സമയം 2 മണി. ഇനി ബീച്ചിൽ പോയത് 5 മണിക്കാണ്. വൈകിട്ട് നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് ബീച്ചിലെത്തി, അത് 5 മണിക്കാണ്. ഇനി 5 മണി നമുക്ക് ഇവിടെ ഒന്ന് വരച്ചാലോ? യെസ്. 5ന് നേരെ നമ്മുടെ അവർ ഹാൻഡ് കൊടുക്കുന്നു. ഇനി 5 മണി, അപ്പോ നമ്മളുടെ മിനിറ്റ് ഹാൻഡ് 12ന് നേരെയും വരണം. 12ന് നേരെ നമ്മളുടെ മിനിറ്റ് ഹാൻഡും വന്നു. 5 മണി നമ്മൾ എത്തി. ഇനി താഴത്ത് ടൈം ദേ റീച്ച് ബാക്ക്, തിരിച്ചെത്തിയ സമയം. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, തിരിച്ചെത്തിയ സമയം ക്ലോക്കിലും ഇല്ല, കൊടുത്തിട്ടുമില്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് എത്ര മണിക്ക് തിരിച്ചെത്തിയെന്നാ പറയുന്നേ? 9 മണി, രാത്രി 9 മണിക്ക് നമ്മൾ തിരിച്ചെത്തി. അപ്പൊ നമുക്ക് 9 മണിക്ക് നേരെ അവർ ഹാൻഡ് കൊടുക്കാലോടാ. യെസ്. അവർ ഹാൻഡ് നമ്മൾ 9 മണിക്ക് നേരെ കൊടുത്തു. ഇനി നമ്മളുടെ മിനിറ്റ് ഹാൻഡ് 12ന് നേരെയും കൊടുത്ത് നമ്മളുടെ പരിപാടി അടിപൊളിയാക്കി. 9 എന്ന് നമുക്ക് ദേ ഇവിടെ എഴുതാനും പറ്റി. ഓക്കെ ആണോടാ? യെസ്. അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ ക്ലോക്കില് ടൈം അടയാളപ്പെടുത്താനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിനകത്ത് നോക്കുമ്പോൾ വിച്ച് ഹാൻഡ് ടേൺസ് ദി ഫാസ്റ്റസ്റ്റ്, നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് ഏറ്റവും വേഗത്തിൽ ഓടുന്ന സൂചി. നമ്മുടെ ക്ലോക്ക് നോക്കിയാൽ നമുക്കറിയാലോ ഏതാണ് ഏറ്റവും വേഗത്തിൽ ഓടുന്ന സൂചി. ഇറ്റ്സ് സെക്കൻഡ് സൂചിയാണ് ഏറ്റവും വേഗത്തിൽ ഓടുന്നത്. സെക്കൻഡ് ഹാൻഡ് ആണ് നമ്മുടെ ഏറ്റവും വേഗത്തിൽ ടിക് 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 സൗണ്ട് ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ സെക്കൻഡ് സൂചിയാണ്. പുള്ളിക്കാരനാണ് ഏറ്റവും വേഗത്തിൽ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തയിലേക്ക് കടക്കുമ്പോൾ ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ, ഇത് ഒരു വട്ടം കറങ്ങി വരാനായിട്ട് എത്ര സമയം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. ഇതിങ്ങനെ ഒരു വട്ടം കറങ്ങി വരാനായിട്ട് എത്ര സമയം എടുക്കും എന്ന് വെച്ചാൽ 60, അതായത് 60 സെക്കൻഡ്സ് കൊണ്ട് ഇവൻ കറങ്ങി വരുമ്പോഴേക്കും 1 മിനിറ്റ് എടുക്കും. അതായത് 60 സെക്കൻഡ്സ് ദാറ്റ് ഈസ് 1 മിനിറ്റ്. ഓക്കെ. ഇവൻ ഒരു വട്ടം കറങ്ങി വരുമ്പോഴാണ് നമ്മളുടെ മിനിറ്റിന്റെ ഹാൻഡ് 1 മിനിറ്റ് ഇങ്ങോട്ട് നീങ്ങുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഹൗ മച്ച് ടൈം ഡസ് ദി മിനിറ്റ് ഹാൻഡ് ടേക്ക് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. ഇനി മിനിറ്റ് ഹാൻഡ് ഒരു വട്ടം കറങ്ങി വരാനായിട്ട് എത്ര സമയം എടുക്കൂടാ? 1 മണിക്കൂർ സമയം എടുക്കും. എന്താണ്? 1 മണിക്കൂർ. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി, ഇപ്പൊ 3 മണിയല്ലേ ഈ മിനിറ്റ് ഹാൻഡ് ഇവിടെയാണ് നിൽക്കുന്നത്. ഇനി 3:05 ആകുമ്പോൾ ഇവിടെ എത്തും. 3:10, 3:15, 3:20, 25, 30, 35, 40 എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടേക്ക് 4 മണി ആകാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുമ്പോ ഈ മിനിറ്റ് ഹാൻഡ് കറക്റ്റ് എത്ര റൗണ്ട് കറങ്ങണോടാ? 1 മണിക്കൂർ സമയം എടുത്തിട്ടേ ഇത് ഇപ്പുറത്തേക്ക് എത്തത്തുള്ളൂ. സോ എത്രയാണ്? 1 അവർ ടൈം. 1 അവർ, അതായത് മിനിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 60 മിനിറ്റ്സ്. ഓക്കെ. 60 മിനിറ്റ്സ് ആണ് സമയം എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അവർ ഹാൻഡിന്റെ കാര്യോടാ. ഏറ്റവും പതിയെ സഞ്ചരിക്കുന്നത് നമ്മുടെ കുഞ്ഞി സൂചി ആയിട്ടുള്ള അവർ ഹാൻഡ്. മണിക്കൂർ സൂചി ഒരു വട്ടം കറങ്ങി വരാനായിട്ട് എത്ര സമയം എടുക്കും നോക്കാം. ഇപ്പൊ ഇവിടെ 3 മണിയല്ലേടാ. ഇനി തിരിച്ച് വീണ്ടും കറങ്ങി വീണ്ടും 3-ൽ-എത്താൻ എത്ര മണിക്കൂറുകൾ എടുക്കുമെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. അതായത് 3-ന്ന് 4 1 മണിക്കൂറായി. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. തിരിച്ച് ഈ പറയുന്ന അവർ ഹാൻഡ് 3-ൽ തുടങ്ങി തിരിച്ച് 3-ലേക്ക് എത്താനായിട്ട്, ഇപ്പൊ വെളുപ്പാങ്കാലം 3 മണി കഴിഞ്ഞ് വൈകിട്ട് 3 മണിയിലേക്ക് എത്താനായിട്ട് എത്ര സമയത്തിന്റെ വ്യത്യാസമുണ്ട്? 12 മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോ എന്താണ്, എത്ര സമയം എടുത്താണ് നമ്മുടെ അവർ ഹാൻഡ് ഒരു വട്ടം കറങ്ങി വരിക? 12 മണിക്കൂർ എടുത്താണ് നമ്മുടെ അവർ ഹാൻഡ് കറങ്ങി വരുന്നത്. തെറ്റിക്കരുത്, കൃത്യമായിട്ട് പഠിക്കണോണ്ട് എന്റെ മക്കള്. അപ്പോ എന്താണ്, നമ്മളുടെ മിനിറ്റ് സൂചിയുടെ കാര്യമാണെങ്കിൽ 60 സെക്കൻഡ് 1 മിനിറ്റ് കൊണ്ട് പുള്ളി കറങ്ങി വരും. ഇനി നമ്മളുടെ മിനിറ്റ് ഹാൻഡ് ആണെങ്കിലോ, ആദ്യം സെക്കൻഡ് സൂചിയാണേ. ആദ്യം സെക്കൻഡ് ഹാൻഡിന്റെ കാര്യമാണ് പറഞ്ഞത്. സെക്കൻഡ് വൺ മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ 1 മണിക്കൂർ സമയം എടുത്താണ് കറങ്ങുന്നത്. ഇനി രണ്ടാമത്തെ മണിക്കൂർ ആണെങ്കിലോടാ 12 മണിക്കൂർ സമയം എടുത്തിട്ടാണ് നമ്മളുടെ അവർ ഹാൻഡ് ഒരു കറക്കം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചെത്തുന്നത്. ഓക്കെ ആണല്ലോടാ? ശരി. ഇനി നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. സെക്കൻഡ് സൂചി 1 മിനിറ്റ് എടുത്ത് കറങ്ങും, മിനിറ്റ് സൂചി 1 മണിക്കൂർ എടുത്ത് കറങ്ങും, അവർ ഹാൻഡ് മണിക്കൂർ സൂചി 12 മണിക്കൂർ സമയമെടുത്താണ് ഒരു വട്ടം കറങ്ങി വരുന്നത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ തെറ്റിക്കാൻ പോകുന്ന കാര്യവുമാണ് ഈ നീല കളറിലെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേടാ, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുകൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 24 മണിക്കൂറുകൾ. നമ്മൾ കുറെ നാളുകളായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമുള്ളതാണ് അത്. യെസ്, 24 മണിക്കൂറുകളാണ്
ഒരു ദിവസം ഉള്ളത്. ഓക്കെ, 12 മണിക്കൂറും 12 മണിക്കൂറും കൂടി കൂട്ടി 24 മണിക്കൂറാണ് നമ്മളുടെ ക്ലോക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടെന്നാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത്. എത്ര മിനിറ്റ് ഉണ്ടാവും ഒരു മണിക്കൂറിൽ? 60 മിനിറ്റുകൾ ഉണ്ട്. 60 മിനിറ്റ് കൂടിയാണ് ഒരു മണിക്കൂർ ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിലെ എത്ര സെക്കൻഡുകൾ ഉണ്ട്? 60 സെക്കൻഡുകളാണ് ഒരു മിനിറ്റിലുള്ളത്. എന്താണ്? ഒരു മിനിറ്റിൽ 60 സെക്കൻഡുകളാണ് എന്ത് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഹൗ മെനി മിനിറ്റ്സ് ആർ ദെയർ ഇൻ എ ഡേ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര മിനിറ്റുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു മണിക്കൂറിൽ 60 മിനിറ്റ്, അങ്ങനെ 24 മണിക്കൂറുകൾ ഒരു ദിവസമുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര മിനിറ്റ് ഉണ്ടെന്ന് കണക്കാക്കാൻ എന്ത് ചെയ്യൂടാ? 24 × 60 ചെയ്താൽ പോരെ? ഹൗ മെനി മിനിറ്റ്സ് ആർ ദെയർ ഇൻ എ ഡേ? ഒരു ദിവസത്തിൽ 24 മണിക്കൂറുകൾ, ഒരു മണിക്കൂറിൽ 60 മിനിറ്റുകൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ്സ് എന്ന് കൂടി ഞാൻ എഴുതാം. എന്ത് ചെയ്താൽ മതി? 24 × 60 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ ആയല്ലേ. അപ്പോൾ 0 കളയാം, നമുക്ക് 24 × 6 എന്ന് മാത്രം ചെയ്യാം. അപ്പോൾ 6 × 4 എത്രയാണ്? 6, 12, 18, 24. 4 നമ്മൾ ഇവിടെ ഇടുന്നു, 2 നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്നു. 6 × 2 12 ആണ്. 12ഉം 2ഉം 14 വരും അല്ലേ. അപ്പോൾ 144 വരുന്നു. 144 നമ്മൾ ഇവിടെ എഴുതുന്നു, ഒരു 0 കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരു ദിവസത്തിൽ എത്ര മിനിറ്റുകൾ ഉണ്ടടാ? 1440 മിനിറ്റുകളാണ് ഒരു ദിവസത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡുകൾ എത്രയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് കണ്ടുപിടിച്ച് പറയണം. അതായത് ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്, അങ്ങനെ 60 മിനിറ്റുകൾ ഉണ്ട്. അങ്ങനെ നമ്മൾ എത്രയാണ്? 24 മണിക്കൂറുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആലോചിച്ച് എത്ര സെക്കൻഡുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം എന്റെ മക്കളൊന്ന് കണ്ടുപിടിച്ച് പറയണം. ഓക്കെ, എളുപ്പമാണ്, ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. യെസ്, ഫ്രാക്ഷൻസ് ഓഫ് ടൈം. സമയത്തിലും ഭാഗം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. നോക്കിക്കേടാ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സമയത്തിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടൈം ഷോൺ ഇൻ ഈച്ച് ക്ലോക്ക്? ഓരോ ക്ലോക്കിലും ഇപ്പോ എത്ര മണിയായിട്ടുണ്ടാവും? ഒന്ന് നോക്കി പറഞ്ഞ എല്ലാവരും. ഫസ്റ്റത്തെ ക്ലോക്കിൽ എത്രയാടാ? ഫസ്റ്റത്തെ ക്ലോക്കിലെ അവർ ഹാൻഡ് എവിടെയാണെന്ന് ആദ്യം പരിശോധിക്കാം. 1ന്റെയും 2ന്റെയും ഇടയിൽ. അതായത് 1 മണി കഴിഞ്ഞിട്ടുണ്ട്, 2 മണിയിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ. 1 മണി കഴിഞ്ഞിപ്പോ എത്ര മിനിറ്റ് ആയി എങ്ങനെ കണ്ടുപിടിക്കാം? 1 മണി കഴിഞ്ഞ് നമ്മുടെ മിനിറ്റ് സൂചി നോക്കുമ്പോൾ മിനിറ്റ് സൂചി 6ന് നേരെയാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ 6ന് നേരെ എന്ന് പറഞ്ഞാൽ 6 റെപ്രസെന്റ് ചെയ്യുന്നത് 30 അരേനെയാണ് അല്ലെ. അരമണിക്കൂറായിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ 30 മിനിറ്റ് താണ്ടിയിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞ് 30 മിനിറ്റുകൾ കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഇപ്പൊ 1:30 മണിയായി. എത്ര മണിയായിടാ? 1:30 മണിയാണ് ഇപ്പോ ആയിട്ടുള്ളത്. ഇനി അപ്പുറത്തേക്ക് നോക്കിയടാ, ഇവിടെ നമ്മളുടെ അവർ ഹാൻഡ് തന്നെ ആദ്യം എടുക്കാം. 5 കഴിഞ്ഞു 6ലേക്ക് എത്തിയിട്ടുമില്ല. എന്താണ് അവസ്ഥ? 5 കഴിഞ്ഞു 6ലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോ 5 ആണ് ഇവിടെ മണിക്കൂറായിട്ട് കൊടുക്കേണ്ടത്. ഇനി മിനിറ്റ് കൊടുക്കാനാണെങ്കിലോ 3ന് നേരെയാണ് കിടക്കുന്നത് അല്ലെ. 3 എന്ന് പറയുമ്പോ ഇത് 5, ഇത് 10, ഇതപ്പോ എന്താണ്? 15. ദാറ്റ് മീൻസ് ഇപ്പോ എത്ര മണിയായി? 5:15 ആയിട്ടുണ്ട് സമയം. എത്ര മണിയായിടാ? 5:15 മണിയായി അല്ലെ. ഇനി അടുത്തതിലേക്ക് നോക്കിയാലോടാ, ഇവിടെ 3ന്റെയും 4ന്റെയും ഇടയിലാണ് നമ്മുടെ അവർ ഹാൻഡ് വന്നിരിക്കുന്നത്. അപ്പോ 3 ആണ് അവർ വരേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി മിനിറ്റ്സോടാ, മിനിറ്റ്സ് നോക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ മിനിറ്റ് സൂചി? മിനിറ്റ് സൂചി 9ന് നേരെ. 9 എന്ന് പറയുമ്പോൾ 9 × 5 ദാറ്റ് ഈസ് 45 ആണ് അല്ലെ. മുക്കാലായി. മുക്കാലെന്ന് കൊടുക്കാം. അപ്പൊ അര, കാല്, മുക്കാല് എന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ സാധാരണ പറയാ അല്ലെ. ഇതിപ്പോ എത്ര മണിയായി? 1:30 മണിയായി. അല്ലാതെ 1:30 നമ്മൾ പൊതുവെ പറയാറില്ല അല്ലെ. 1:30 മണിയായി, 5:15 3:45 എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക ഫ്രാക്ഷൻസ് ഓഫ് ടൈം. ഇനി ഇത് മറ്റൊരു രീതിയിൽ ചോദിക്കുന്നത് എങ്ങനെയാണെന്നാണ് തന്നിട്ടുള്ളത്. നോക്കിക്കേടാ, ഡ്രോ ക്ലോക്സ് ഷോയിങ് ദ ടൈംസ് ഗിവൺ ബിലോ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2:15 2:15 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മലയാളം മീഡിയംകാർക്ക് വലിയ പ്രശ്നം വരില്ല, കാരണം 2:15 മണി എന്ന് ഇവിടെ തന്നിട്ടുണ്ടല്ലേടാ. ഒരു പ്രശ്നവും ഇല്ല. 2:15 മണിക്ക് ഒരു ക്ലോക്ക് ഇങ്ങോട്ട് വരച്ചാൽ പോരെ, പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം വരാൻ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയംകാർക്കാണ്. 2:15. അപ്പോ പാസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആലോചിക്കുക. പാസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കുക കഴിഞ്ഞുപോയി. ഓക്കെ, എന്താണ്? കഴിഞ്ഞുപോയി. 2 കഴിഞ്ഞുപോയി. 2 കഴിഞ്ഞു. ഇനി ഒരു ക്വാർട്ടറും കൂടി വേണം. അതായത് 2 കഴിഞ്ഞിട്ട് ഒരു 1/4 ഭാഗം. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താടാ? 1/4 ഭാഗം. 4ൽ ഒരു ഭാഗത്തെയാണ് നമ്മൾ എപ്പോഴും ക്വാർട്ടർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ ഇവിടെ ക്വാർട്ടർ 1/4 ഭാഗമായി 2 കഴിയുകയും ചെയ്തു. ദാറ്റ് മീൻസ് 2:15 മണിയായിപ്പോ. എത്ര മണിയായി? 2:15 മണിയായിട്ടുണ്ട്. അപ്പോ ഇനി
ക്വാർട്ടറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, പാസ്റ്റിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ഇനി പാസ്റ്റ് അല്ല, കഴിഞ്ഞു പോയിട്ടില്ലെങ്കിലോ നോക്കിക്കേ, 2 ആണ് കൊടുക്കുക. എന്താണ് 2? എത്തുന്നതേ ഉള്ളൂ, അതായത് ക്വാർട്ടർ ടു 10, അതായത് 10ലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. 10ലേക്ക് എത്താനായിട്ട് ഇനി ഒരു ക്വാർട്ടറിന്റെ അല്ലെങ്കിൽ ഒരു കാൽ ഭാഗത്തിന്റെ വ്യത്യാസം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാൽ മണിക്കൂറിന്റെ ഒരു ഡിഫറൻസ് കൂടി ഇനി ഉണ്ട്, അല്ലെങ്കിൽ കാൽ മണിക്കൂർ കൂടി കഴിഞ്ഞാൽ 10 മണിയായി എന്ന് സാരം. ഓക്കെ, അപ്പൊ ക്വാർട്ടർ ടു 10, അപ്പൊ അതെങ്ങനെ വരൂടാ? 10ലേക്ക് എത്തുന്നതേ ഉള്ളൂ, 10ൽ നിന്നും ഒരു കാൽ മണിക്കൂർ, ഒരു 15 മിനിറ്റ് അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പൊ എത്രയാണ് വരിക? 9:45 വരിക. ഓക്കെ, 1ൽ നിന്നും കാല് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടൂടാ? 3/4 കിട്ടാം. ഒരു മണിക്കൂറിൽ നിന്ന് 15 മിനിറ്റ്, അതായത് 60 മിനിറ്റിൽ നിന്നും 15 മിനിറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 45 മിനിറ്റ് ആണ് കിട്ടുക. ദാറ്റ് മീൻസ് 3/4 ഭാഗം. അപ്പൊ 9:45 ഇപ്പൊ സമയം വരുന്നത്. അപ്പൊ അതിന്റെയും ക്ലോക്ക് വരയ്ക്കണം. ഇനി അടുത്ത 11:30. ആദ്യം തന്നെ പാസ്റ്റ് ആണോ 2 ആണോ എന്ന് തീരുമാനിച്ചു വെക്കാം. പാസ്റ്റ്, കഴിഞ്ഞുപോയി. എത്ര കഴിഞ്ഞുപോയി? 11 കഴിഞ്ഞുപോയി. 11 കഴിഞ്ഞിപ്പോ എത്രയായി? ഹാഫ് ഭാഗം അല്ലെങ്കിൽ അരഭാഗം പിന്നിട്ടു. 11:30, 11 കഴിഞ്ഞ് അരമണിക്കൂറുകൾ പിന്നിട്ട് ഇപ്പോൾ 11:30 മണിയായി എന്നാണ് സാരം. ഓക്കെ ആണോ? 11:30 മണിയായി എന്നാണ് അതിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ. അപ്പൊ അതിനകത്ത് എന്ത് വരയ്ക്കണം? നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ക്ലോക്ക് വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചോദ്യമാണ് നമ്മൾ ചോദിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചേടാം, 180 മിനിറ്റുകൾ തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം 60 മിനിറ്റിന്റെ കഥ പറഞ്ഞു അല്ലെ? ഇവിടെ 180 മിനിറ്റ് തന്നിരിക്കുന്നുണ്ട് മക്കളെ. അപ്പോ 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറുകളാണ് എന്നാണ് നമ്മളുടെ ചോദ്യം. 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി അവേഴ്സ്, എത്ര മണിക്കൂറുകളാണ്, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കൂടാ? 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് അല്ലേടാ? 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. ഇനി അത് 2 അവർ ആയാലോ? 2 അവേഴ്സ് ആയാലോ? 2 മണിക്കൂറുകളായാൽ 60 + 60, 60 + 60 120 മിനിറ്റ് ആയി അല്ലേടാ? ഇനി 3 മണിക്കൂറുകളായാലോ? 3 മണിക്കൂറുകളായാലോ? 3 അവേഴ്സ് ആണെങ്കിൽ അത് എത്രയാവൂടാ? 60 + 60 വീണ്ടും +60. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എത്രയായി? 6, 12, 18, 180 മിനിറ്റ്. നമ്മൾ ഉദ്ദേശിച്ച സംഭവം കിട്ടിയില്ലേടാ? യെസ്. അപ്പൊ 3 മണിക്കൂറുകൾ കൂടിയാലാണ് നമുക്ക് 180 മിനിറ്റുകൾ കിട്ടുന്നത്. നമുക്ക് ഇതേപോലെ കൂട്ടി കൂട്ടി എപ്പോഴും എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന സൂത്രം എന്താന്ന് വെച്ചാൽ, 1 മണിക്കൂറിൽ 60 മിനിറ്റുകളാണുള്ളത്. ഓക്കെ, 1 മണിക്കൂറിൽ 60 മിനിറ്റുകളാണുള്ളത്. അപ്പൊ നമുക്ക് ടോട്ടൽ മിനിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന 180നെ തന്നിരിക്കുന്ന 60 വെച്ചിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കട്ടായി 18/6 3 എന്ന് കിട്ടില്ലേടാ? അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കണം? ഇവിടെ പിന്നെ നോക്കുക, 6ന്റെ മൾട്ടിപ്പിൾ ആണ് 18. എത്രാമത്തെ മൾട്ടിപ്പിൾ? 3ാമത്തെ മൾട്ടിപ്പിൾ. അതായത് 6, 12, 18. 6നെ 3 പ്രാവശ്യം അല്ലെങ്കിൽ 60നെ 3 പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അതായത് 3 മണിക്കൂറും കിട്ടും. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ അത് ഓർത്തിരിക്കണം കേട്ടോ. ശരി, ഇതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ടാ. എന്താണ്? ഡാഷ് അവേഴ്സ് ഡാഷ് മിനിറ്റ്സ്. ഇപ്പുറത്ത് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഉത്തരം കിടക്കുന്നത്. 200 മിനിറ്റ്സ്. അതായത് 200 മിനിറ്റുകൾ ആകാനായിട്ട് എത്ര മണിക്കൂറും എത്ര മിനിറ്റിന്റെയും ആവശ്യമുണ്ട് എന്നാണ് ചോദ്യം. 200 മിനിറ്റ്, അതിന് എത്ര മണിക്കൂർ വേണം, എത്ര മിനിറ്റ് വേണം? നമുക്കറിയാലോ, 3 മണിക്കൂർ ചേർന്ന് കഴിഞ്ഞാൽ 3 മണിക്കൂർ ആകുമ്പോ തന്നെ എന്തായിടാ? 180 മിനിറ്റ് ആയി അല്ലേ? 3 മണിക്കൂർ ആയപ്പോ തന്നെ 180 മിനിറ്റ് ആയി. അപ്പൊ ഇനി വീണ്ടും 1 മണിക്കൂർ കൂടെ നമ്മൾ എക്സ്ട്രാ വീണ്ടും കൊടുക്കണോ? വേണ്ട. അപ്പൊ 240 മിനിറ്റ് ആയിപ്പോ. അതിന്റെ ആവശ്യമില്ല. നമുക്ക് 200 മിനിറ്റിൽ അവസാനിപ്പിക്കണം അല്ലെ? അതായത് 180നോട് ഇനി എത്രയും കൂടി കൂട്ടിയാലാ 200 കിട്ടാ? 200 - 180 എത്രയാടാ? 20 മിനിറ്റ്. ഒരു 20 മിനിറ്റിന്റെ കൂടി വ്യത്യാസം നമുക്ക് ഇനി ഉള്ളൂ അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 180 + 20 മിനിറ്റ്സ് എന്നാണ് അതിന് ഉത്തരം വരിക. അതായത് 180 എന്ന് പറഞ്ഞാൽ 3 അവേഴ്സ്. അപ്പൊ 3 മണിക്കൂറും 20 മിനിറ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മളുടെ 200 മിനിറ്റുകളായി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അപ്പൊ നോക്കുമ്പോഴേ ഇവിടെ തന്നിരിക്കുന്ന ഉത്തരം 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ആദ്യം ഒന്ന് നോക്കിക്കോ. കാരണം 6, 12, 18, 24 വരാം. ഇവിടെയാണെങ്കിൽ 20 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി കംപ്ലീറ്റ് ആയിട്ട് അവേഴ്സ് മാത്രം കിട്ടൂല. അവേഴ്സ് എടുത്തിട്ട് അതിനോട് കൂടെ കുറച്ച് മിനിറ്റ്സും കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ എന്ന് പറഞ്ഞ് ഇതേപോലെ മിനിറ്റ്സും അവേഴ്സും തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് അല്ലേ? 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. അതായത് 60 + 60 2 മണിക്കൂർ ആയില്ലേടാ? 120 മിനിറ്റ്. ഇനി 150 മിനിറ്റ്
നമ്മൾ നോക്കുമ്പോൾ 6, 12, 18 180 ആകണമെങ്കിൽ 180 ആകുമ്പോൾ 3 മണിക്കൂറാവും. ഇവിടെ 180 അല്ല 150 ആണ്. അതായത് 2 മണിക്കൂറുകൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി 120 കൂടി 30 കൂടി കൂട്ടിയാൽ എന്തായിടാ 150. ദാറ്റ് മീൻസ് 2.5 hours 2.5 മണിക്കൂർ കൂടിയാലാണ് നമുക്ക് 150 കിട്ടുക. അല്ലെങ്കിൽ 2 hours 30 minutes എന്നും നമുക്ക് എഴുതാവുന്നതാണ്. 2.5 മണിക്കൂർ അല്ലെങ്കിൽ ഇതേപോലെ 2 നമുക്ക് എഴുതാം. ഇനി അടുത്ത നോക്കിയടാ 210. എന്താണ് 210? അപ്പൊ 6, 12, 18 180. അത് കഴിഞ്ഞാൽ 240 ആണ് നമുക്ക് വരേണ്ടത്. പക്ഷെ ഇവിടെ 210 അല്ലേടാ വന്നേക്കുന്നേ. അതായത് 3 മണിക്കൂർ 3 hours ചേർന്ന് നമുക്കിവിടെ 180 മിനിറ്റ് ഉണ്ട്. അടുത്തത് 4 മണിക്കൂർ ആയിരുന്നെങ്കിൽ ഇവിടെ 240 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ 210 ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 180 കഴിഞ്ഞ് 190, 200, 210 30 മിനിറ്റുകൾ. അതായത് 3 മണിക്കൂറും 30 മിനിറ്റും കൂടി ചേർന്നാലാണ് നമുക്ക് എന്ത് വരാ 210 മിനിറ്റ് വരെ. ദാറ്റ് ഈസ് 3.5 hours ആണ് നമുക്ക് വരേണ്ടത്. ഇനി 3 മിനിറ്റിൽ എത്ര സെക്കൻഡുകൾ ഉണ്ടെന്നാണ് അടുത്ത ചോദ്യം. ശ്രദ്ധിച്ചേടാ, 3 മിനിറ്റിൽ എത്ര സെക്കൻഡുകൾ ഉണ്ടെന്നാണ് അടുത്ത ചോദ്യം. അതെങ്ങനെ കണ്ടുപിടിക്കൂടാ? അതായത് 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 1 മിനിറ്റിൽ നമുക്ക് 60 സെക്കൻഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 മിനിറ്റിലെ കണ്ടുപിടിക്കാൻ 3 × 60 ചെയ്താൽ പോരെ? അതായത് 180 സെക്കൻഡുകളല്ലേ ഉള്ളത്. പിടികിട്ടുന്നുണ്ടോ കാര്യങ്ങള്? 180 അതായത് 60 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 1 മിനിറ്റ് ആയി. വീണ്ടും 60 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത 1 മിനിറ്റ് ആയി. അടുത്ത 60 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 3 മിനിറ്റുകൾ. അതായത് 60, 120, 180. സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത നോക്കിയടാ 1/4 മണിക്കൂറും 45 മിനിറ്റും. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, അതുമായിട്ട് ബന്ധമുള്ള ഒരു സംഗതിയാണല്ലേ. 1/4 മണിക്കൂറും 3/4 മണിക്കൂറും കൂടി ചേർന്നാൽ 1 മണിക്കൂറായി. അത് തന്നെ, നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട, നമുക്കറിയാം ഇതൊക്കെ അല്ലെ. 1/4 മണിക്കൂറും 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂർ 4/5 hours അല്ലെങ്കിൽ 3/4 hours എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്ത നോക്കിയടാ 5 hours 5 മണിക്കൂറുകൾ 59 മിനിറ്റുകൾ 60 സെക്കൻഡുകൾ കൂടി. 59 മിനിറ്റ് കഴിഞ്ഞ് 60 സെക്കൻഡ് ആയാൽ എന്തായി? അടുത്ത 1 മിനിറ്റ് ആയി. ദാറ്റ് മീൻസ് 60 മിനിറ്റ് ആയി, 1 മണിക്കൂർ കംപ്ലീറ്റ് ആയി. ഇത് ഫുൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 hour കിട്ടൂടാ. അതായത് 5 hours പ്ലസ് 1 hour 5ഉം 1ഉം കൂടി കൂട്ടി മൊത്തത്തിൽ ഇവിടെ 6 മണിക്കൂറുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ഇത്രയാണ് 6 മണിക്കൂറുകൾ. ഓക്കെ ആണോ? നമ്മളുടെ ടെക്സ്റ്റിലെ ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കിയാലോ. ഇതേപോലെ ഒരു സ്കൂളിലെ, നിങ്ങളുടെ സ്കൂളിലെ തന്നെ കാര്യങ്ങൾ ആലോചിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. നോക്കിക്കേടാ, സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 10 in the morning and continues to 4 in the afternoon. എന്താണ്? 10 മണിക്കാണ് നമ്മുടെ സ്കൂള് സ്റ്റാർട്ടിംഗ് ടൈം ആൻഡ് 4 മണിക്കാണ് ഇത് എൻഡ് ചെയ്യുന്നത്. There are intervals from 11:20 to 11:30. 11:20 ആകുമ്പോഴേക്കും നമ്മളുടെ ബ്രേക്ക് വരൂടാ. നമ്മളുടെ ഇവിടുത്തെ പോലെ തന്നെ 10 മിനിറ്റ് ആണ് ബ്രേക്ക്. 11:20 മുതൽ 11:30 വരെയാണ് നമുക്ക് ബ്രേക്ക് കിട്ടുന്നത്. ഇൻ ദ മോർണിംഗ്, രാവിലത്തെ കാര്യമാണ്. ഇനി ഉച്ചയ്ക്ക് എന്താണ്? നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ. ലഞ്ച് ബ്രേക്ക് ഉണ്ട് 12:50 മുതൽ 1:45 വരെയാണ് അല്ലേ. ഇനി in the afternoon and 3:10 to 3:20 in the evening. ഇനി വൈകിട്ടത്തെ ഒരു ബ്രേക്ക് ഉണ്ടല്ലോടാ, അത് 3:10 മുതൽ 3:20 വരെ വീണ്ടും 10 മിനിറ്റ് ആണ് ബ്രേക്ക്. How much time do students get for their studies? അങ്ങനെയാണെങ്കിൽ ഇന്റർവെൽ സമയങ്ങൾ ഒഴിച്ചു വച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്ര സമയമാണ് പഠനത്തിന് കിട്ടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 10 മുതൽ 4 വരെ ടോട്ടൽ എത്ര അവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് കണക്ക് കൂട്ടിയെടുക്കാം. ടോട്ടൽ അവേഴ്സ് എത്രയാണ് ടോട്ടൽ അവേഴ്സ് വരുന്നത്? ഫ്രം 10 AM to 4 PM. നമുക്കത് ചുമ്മാ കൈ കൊണ്ട് തന്നെ കൂട്ടി നോക്കിയാൽ മതി. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ 11 മണിയാകുമ്പോഴേക്കും 1 മണിക്കൂറാവും അല്ലെ. പിന്നെ 12, 1, 2, 3, 4 എത്ര മണിക്കൂറുണ്ടടാ? യെസ്, ടോട്ടൽ 6 hours 6 മണിക്കൂറുകളാണ് നമ്മുടെ സ്കൂൾ പ്രവർത്തിക്കുന്ന സമയം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, 10 നിന്ന് നമ്മൾ തുടങ്ങുന്നേ, എന്നിട്ട് 11 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് മണിക്കൂർ, ആദ്യത്തെ മണിക്കൂർ കംപ്ലീറ്റ് ആവും. പിന്നീട് 12, 1, 2, 3, 4 6 മണിക്കൂറായില്ലേടാ? ആയി. ഇനി നമ്മുടെ ബ്രേക്ക് ടൈമുകൾ നമുക്കൊന്ന് എടുക്കാം. ബ്രേക്ക് ടൈം എടുക്കുമ്പോൾ ഏറ്റവും രാവിലെ മോർണിംഗ് ടൈമിലെ ബ്രേക്ക് ടൈം എത്രയാടാ? 11:20 മുതൽ 11:30 വരെ. ദാറ്റ് മീൻസ് 10 മിനിറ്റ് ആണ് നമുക്ക് അവിടെ ബ്രേക്ക് കിട്ടുന്നത്. എത്രയാണ്? 10
മിനിറ്റ് ആണ് നമുക്ക് അവിടെ ബ്രേക്ക് കിട്ടുന്നത്. ശരി, ഇനി ഉച്ചക്കലത്തെ കാര്യം എടുക്കാം. 12:50 മുതൽ 1:45 വരെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്കത് കണ്ടുപിടിക്കണം അല്ലെ. 12:50 മുതൽ 1:50 വരെ ഞാൻ ചോദിക്കട്ടെ, 12:50 മുതൽ 1:50 വരെയായിരുന്നു സമയം തന്നിരുന്നത് എങ്കിൽ ഇവിടെ എത്ര മണിക്കൂറായിടാ? 12:50 കൃത്യം 1:50 ആവുമ്പോഴേക്കും 1 മണിക്കൂറാവും. ദാറ്റ് മീൻസ് 60 മിനിറ്റ്സ് ആയേനെ അല്ലെ, 60 മിനിറ്റ്സ് വന്നേനെ. 12:50 നിന്നും 1:50 ആയപ്പോഴേക്കും 60 മിനിറ്റ്സ് വന്നേനെ. പക്ഷെ ഇവിടെ എന്താണ്, 45 ആയപ്പോഴേക്കും എന്താണ്, നമ്മുടെ ബ്രേക്ക് കഴിയൂ കേട്ടോ. 60 മിനിറ്റ്സ് ഇല്ല. ദാറ്റ് മീൻസ് 50 ഇല്ല, 45 വെച്ചേനെ നമ്മളുടെ ബ്രേക്ക് അവസാനിക്കും. സോ 60 നിന്നും 5 മിനിറ്റ്സ് കുറച്ചാ പോരേടാ. 60 - 5 ദാറ്റ് മീൻസ് 55 മിനിറ്റ്സ് ആണ് നമുക്ക് ഉച്ചയ്ക്ക് കിട്ടുന്നത്. ഉച്ചയ്ക്ക് കിട്ടുന്ന എത്രയാടാ? 55 മിനിറ്റ്സ്. അപ്പൊ ഞാനിവിടെ എഴുതിക്കോട്ടെ, നമുക്ക് 12:50 മുതൽ 1:45 വരെ നമുക്ക് 55 മിനിറ്റുകളാണ് ബ്രേക്ക് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേടാ? ഇനി അതിനുശേഷം ഉച്ചയ്ക്ക് നമുക്ക് എന്തുണ്ട്? ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാവുമ്പോഴേക്കും നമുക്കൊരു ബ്രേക്ക് ഉണ്ട്. 3:10 മുതൽ 3:20 വരെയാണോ കിട്ടുന്നത്? അത് എത്ര മിനിറ്റ് തന്നെയാടാ? 10 മിനിറ്റ് തന്നെയാണ് അതും വരുന്നത്. അതായത് രാവിലെ ഒരു 10 മിനിറ്റ്, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഒരു 55 മിനിറ്റ്, പിന്നീട് വീണ്ടും വൈകിട്ട് ഒരു 10 മിനിറ്റ്. ഇപ്പൊ മൊത്തം എത്രയാടാ? 55ഉം 10ഉം 65ഉം 10ഉം 75 മിനിറ്റുകളാണ് നമുക്ക് എന്ത് ബ്രേക്ക് ആയിട്ട് പോയത്. എന്താണ് ബ്രേക്ക് ആയിട്ട് പോയത്? നമുക്ക് 75 മിനിറ്റുകളാണ് അല്ലെ. 65 എടുത്തു, അതിനുശേഷം 10 കൂട്ടിയപ്പോ 75 ആണ് നമുക്ക് എന്ത് പോയത്. എന്തിന്? ഇന്റർവെൽ ആയിട്ട് ബ്രേക്ക് ആയിട്ട് പോയത് എന്താണ്? 75 മിനിറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ടൈം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? therefore ടോട്ടൽ വർക്കിംഗ് ടൈം, അവര് പ്രവർത്തിച്ച സമയം അപ്പൊ എത്രയായിരിക്കും? ടോട്ടൽ വർക്കിംഗ് ടൈം എത്രയായിരിക്കും ഇവിടെ? മൊത്തം മണിക്കൂറുകൾ 6 മണിക്കൂർ അല്ലേടാ. 6 മണിക്കൂറുകളിൽ നിന്നും നമ്മളുടെ 75 മിനിറ്റ് കുറച്ചാൽ മതി. 75 മിനിറ്റ്സ് ബ്രേക്ക് ടൈം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് കുറയ്ക്കുമ്പോൾ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കൂർ എടുത്ത് എഴുതാം. ഈ 75 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ, ദാറ്റ് മീൻസ് 60 മിനിറ്റും പിന്നെ ഒരു 15 മിനിറ്റ് കൂടി കൂട്ടിയിട്ടാണ് അല്ലേ. അപ്പൊ അതവിടെ കിടക്കട്ടെ. 6 മണിക്കൂറിൽ നിന്ന് ആദ്യം 1 മണിക്കൂർ കുറയ്ക്കാം. അപ്പൊ എത്രയാടാ? 5 മണിക്കൂറുകൾ കിട്ടും. ഇനി വീണ്ടും 15 മിനിറ്റ് കൂടി കുറയ്ക്കണ്ടേ? 5 മണിക്കൂറിൽ നിന്ന് ഒരു 15 മിനിറ്റ് കുറച്ച് കഴിഞ്ഞാൽ 4.25 മണിക്കൂറുകൾ. 4.25 മണിക്കൂറുകളാണ് നമുക്ക് എന്ത് പഠിക്കാനായിട്ടുണ്ടായിരുന്ന സമയം. ഓക്കെ, അതായത് 6 മണിക്കൂറിൽ നിന്നും 75 എന്ന് പറയുമ്പോൾ നമുക്കൊരു 1 മണിക്കൂറും ഉണ്ട്. അതേപോലെ തന്നെ 60 + 15 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നേടാ? 75 കിട്ടുന്നേ അല്ലേ. അപ്പോ 75 60 + 15 ആണ്. അപ്പൊ 1 മണിക്കൂർ നമുക്ക് ആദ്യം കുറയ്ക്കാം. 1 മണിക്കൂർ കുറച്ചു, 6 നിന്ന് 1 മണിക്കൂർ കുറച്ചപ്പോ 5 മണിക്കൂറായി. വീണ്ടും 5 മണിക്കൂറിൽ നിന്ന് ഒരു 15 മിനിറ്റും കൂടി കുറയ്ക്കണം. ദാറ്റ് മീൻസ് 4.25 മണിക്കൂറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് 4 hours 45 minutes. ഇത്രയും സമയമാണ് നമ്മൾ പഠിക്കാനായിട്ട് എടുത്തത് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? അപ്പോൾ സമയത്തിന്റെ ചാപ്റ്ററിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കും. ഈ നമ്മുടെ സ്കൂളിലെ സമയം, അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ച് എക്സാമിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാൻ നല്ല സ്കോപ്പ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ എന്റെ മക്കള് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഇനി അടുത്തത് ബിഫോർ നൂൺ ആൻഡ് ആഫ്റ്റർനൂൺ ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ച വിത്ത് ടൈംസ് എന്ന് പറയുന്ന സമയത്തോടൊപ്പം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം മാത്രം, ഫസ്റ്റ് ഹാഫ് മാത്രം കൃത്യമായിട്ട് എന്റെ മക്കൾ പഠിക്കാം. നമ്മൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേടാ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് അത് ചെയ്ത് ആൻസർ ഒന്ന് പറയണം കേട്ടോ. ഹൗ മെനി സെക്കൻഡ്സ് ഇൻ എ ഡേ? ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട് എന്നുള്ള ചോദ്യം എല്ലാവരും ഒന്ന് സോൾവ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ചെയ്യൂലേടാ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം, നല്ല മക്കളായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ.